ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 18-ാം സങ്കീർത്തനത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരമാണ് പാടുന്നത്: നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അതെ, ഒരു ഭക്തന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്ന ദൈവം, ദീപത്തെ കത്തിക്കുന്ന ദൈവം. ശത്രു പലപ്പോഴും അന്ധകാരത്തിലാക്കുവാൻ നോക്കുമ്പോൾ ഭക്തനെ പ്രകാശത്തിലേക്ക് നയിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. സദൃശവാക്യങ്ങൾ 20:27 മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളെ ഒക്കെയും ശോധന ചെയ്യുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഉറവിടമാണ് മാനുഷിക ആത്മാവ്. എന്നാൽ ദൈവത്തിന്റെ വെളിച്ചം പകരുന്ന ഒരു കിളിവാതിലായി അന്തരാത്മാവിൽ അത് ശക്തി പകരുന്നു, അല്ലെങ്കിൽ ശക്തി പകർന്നുകൊണ്ടേയിരിക്കുന്ന ആ അനുഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോബിന്റെ പുസ്തകം 32:8 സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ യോബ് 18:5 ദുഷ്ടന്മാരുടെ വെളിച്ചം അഥവാ ദീപം അത് കെട്ടുപോകും എന്നും പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ ദുഷ്ടന്മാരുടെ ദീപം കെട്ടുപോകുമ്പോൾ ഭക്തന്റെ ദീപത്തെ കത്തിക്കുന്നവനാണ് സർവശക്തനായ ദൈവം. സ്നാപക യോഹന്നാനെ കുറിച്ച് നമുക്കറിയാമല്ലോ. യേശു ക്രിസ്തുവിന് മുന്നോടിയായി വഴിയൊരുക്കുവാൻ കടന്നു വന്ന സ്നാപക യോഹന്നാൻ തിബിരിയോസ് കൈസറുടെ ഏതാണ്ട് 15-ാം ആണ്ടിൽ താന് ശുശ്രൂഷ അഥവാ പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്നുള്ളതായിരുന്നു തന്റെ പ്രത്യേക ദൂത്. പുരോഹിത കുടുംബത്തിൽ താൻ ജനിച്ചവനാണെങ്കിലും ആലയത്തിൽ പോയുള്ള ശുശ്രൂഷകളൊന്നും അദ്ദേഹം ചെയ്തിരുന്നില്ല. പ്രത്യുത മരുഭൂമിയിലൂടെ നടന്ന് ഒട്ടകരോമം കൊണ്ടുള്ളതായ ആ ഉടുപ്പ് ധരിച്ച് അരയിൽ തോൽവാർ കെട്ടി കാട്ടുതേനും വെട്ടുക്കിളിയുമൊക്കെ ആഹാരമായി ഭക്ഷിച്ചുകൊണ്ട് താന് നടന്ന് ആ സുവിശേഷം അഥവാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മനസാന്തരപ്പെടുവീൻ എന്നുള്ള ശഖതമായ ദൈവിക ദൂത് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ തെറ്റ് എവിടെ കണ്ടാലും ശാസിക്കുന്ന സ്വഭാവം തനിക്ക് ഉണ്ടായിരുന്നു. ഹെരോദാവ് അന്തിപ്പാസ് തന്റെ സഹോദരന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് വിഹിതമല്ല എന്ന് അവന്റെ മുഖത്തു നോക്കി പറഞ്ഞതിന്റെ ഫലമായിട്ട് ഹെരോദ്യ വളരെയധികം അവനോട് വൈരാഗ്യപ്പെടുവാനിടയായി തീർന്നു. ഹെരോദാവിന്റെ ജന്മദിനം അവളുടെ മകൾ നൃത്തം ചെയ്ത് അവനെ സന്തോഷിച്ചപ്പോൾ ചോദിക്കുന്നത് എന്തും നൽകാമെന്നുള്ള വാഗ്ദാന പ്രകാരം അവളുടെ അമ്മ ആവശ്യപ്പെട്ടത് അഭിഷിക്തന്റെ തലയായിരുന്നു. ആ രാജ്യത്തെ മുഴുവൻ സ്വത്തിനെക്കാട്ടിലും അവൾ ആവശ്യപ്പെട്ടത് ഒരു അഭിഷിക്തന്റെ തലയാണ് മകളോട് ആവശ്യപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. അതെ, അവൾ വിചാരിച്ചു ഭക്തന്റെ ദീപത്തെ കെടുത്താമെന്ന്. ഹെരോദാവ് വിചാരിച്ചു അതുകൊണ്ടൊക്കെ ഭക്തന്റെ ദീപം കെട്ടുപോകുമെന്ന്. അതേ, തല വെട്ടി താലത്തിൽ വാങ്ങി, അതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇന്നും സുവിശേഷത്തിന്റെ ദീപം കത്തുന്നു. രക്തസാക്ഷികളായ ഭക്തന്മാർ സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം സന്തോഷിക്കുന്നു. അതൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തെഫാനോസിന്റെയും ജീവിതത്തിൽ കൂർത്തുമൂർത്ത കല്ലുകൾ വന്ന്
തന്റെ ദേഹത്ത് തറച്ച് തന്നെ എറിഞ്ഞ് കൊല്ലുമ്പോൾ താനും സ്വർഗം തുറന്നിരിക്കുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിൽ ആ ദീപം കത്തി പരിലസിക്കുന്ന ആ സ്വർഗീയ വെളിപ്പാടാണ് സ്തെഫാനോസ് കണ്ടുകൊണ്ട് തന്റെ പ്രാണൻ പിതാവിന്റെ അടുക്കലേക്ക് ഏൽപ്പിച്ചത്. അതേപോലെ തന്നെ പത്രോസിനെ കൊല്ലുവാനായിട്ട് തുടങ്ങി യാക്കോബിനെ വാൾ കൊണ്ട് കൊല്ലിച്ചു. അതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോസ്തല പ്രവൃത്തികൾ 12. എന്നാൽ പത്രോസിനെയും കൊല്ലിക്കുവാൻ ഹെരോദാവ് പദ്ധതി ഒരുക്കി. എങ്കിലും ദൈവത്തിന്റെ ദൂതൻ കാരാഗൃഹത്തിൽ നിന്ന് പത്രോസിനെ വിടുവിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ ഇവരുടെ എല്ലാം ദീപം കെടുത്തിക്കളയുവാനായിട്ട് വളരെ പരിശ്രമിച്ചു. അപ്പോസ്തലന്മാരെ പലരെയും, എല്ലാവരെയും തന്നെ, യോഹന്നാനെ ഒഴിച്ച് എല്ലാവരെയും തന്നെ രക്തസാക്ഷികളാക്കുകയാണ് ചെയ്തത്. പഴയ നിയമത്തിലും അനേക ഭക്തന്മാർ കർത്താവിന് വേണ്ടി ദീപസ്തംഭങ്ങളായി കത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട്. യോഹന്നാനെ നീറോ പ്രത്യേക നിലയിൽ കൊല്ലുവാൻ നോക്കി. ആ പല നിലകളിൽ നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല. അവസാനം പത്മോസ് ദ്വീപിലേക്ക് തന്നെ നാടുകടത്തി അവിടെ ഇട്ട് കൊല്ലുവാനാണ് നോക്കിയത്. എന്നാൽ അവിടെയും തന്റെ ദീപം പ്രകാശിച്ചു. ആ പ്രകാശത്തിൽ നിന്നുണ്ടായതാണ് വെളിപ്പാട് പുസ്തകം. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം, അതേപോലെ 3 ലേഖനങ്ങള്, ഭാവിയിൽ സംഭവിക്കാനുള്ള വെളിപ്പാട് പുസ്തകം ആ പത്മോസിൽ വെച്ച് അതേ ദൈവം തനിക്ക് മറ നീക്കി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ദീപമൊക്കെ കെടുത്തുവാൻ ശത്രു എത്ര പദ്ധതിയിട്ടുവോ, എന്നാൽ അതിനപ്പുറമായിട്ട് ഭക്തന്മാരുടെ ദീപം ആളിക്കത്തുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ദീപങ്ങളായി ആളിക്കത്തുന്നതാണ് ദൈവവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നാം വായിച്ച ആദ്യ സങ്കീർത്തനത്തിൽ 18:28 നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവേ എന്റെ അന്ധകാരത്തെ നീ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ ആഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ചില പടക്കൂട്ടങ്ങള്, ചില മതിലുകള് ഒക്കെ ഭക്തനെതിരെ നിൽക്കുമ്പോൾ അത് ദൈവകൃപയിലായിരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദീപം കെട്ടുപോകുകയല്ല, പ്രത്യുത അന്ധകാരത്തിൽ അത് ശോഭിക്കുകയാണ് ചെയ്യുന്നത്. നിന്നെ കെടുത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളത് 1-ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് ക്രിസ്തു സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അതേ പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, നിന്റെ ശുശ്രൂഷയെ കെടുത്തിക്കളയുവാൻ ശത്രു പദ്ധതി ഒരുക്കിയെന്ന് വരാം. എന്നാൽ പരിശുദ്ധാത്മാവ് നൽകിയ ദീപം അത് കയ്യിലേന്തിക്കൊണ്ട് മുന്നേറാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.